നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KSRTC വിമാന സർവീസിനേക്കാൾ മികച്ചതാകാൻ പോവുകയാണെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് 50,000 രൂപ കൈക്കൂലി വാങ്ങിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. പുന്നയൂർക്കുളം വില്ലേജ് ഓഫീസർ TV വിനോദാണ് പിടിയിലായത്. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് ഇയാൾ ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപ. കൈക്കൂലി ആവശ്യപ്പെട്ടത് സംബന്ധിച്ച് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചതോടുകൂടിയാണ് വില്ലേജ് ഓഫീസറെ തന്ത്രപരമായി പിടികൂടാനായത്. പ്രാർത്ഥനാ നിർഭരമായി പുണ്യ റമദാനിലെ ആദ്യ വെള്ളി. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളാൽ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. ഇത്തവണ വ്യാഴാഴ്ച നോമ്പ് ആരംഭിച്ചതിനാൽ കാരുണ്യത്തിന്റെ 10 എന്നറിയപ്പെടുന്ന ആദ്യ 10 ദിനങ്ങളിൽ 2 വെള്ളിയാഴ്ചകളും നോമ്പ് 30 പൂർത്തിയാക്കുകയാണെങ്കിൽ റമദാനിൽ 5 വെള്ളിയാഴ്ചകളും ലഭിക്കും. വാർത്തകൾ വിശദമായി. KSRTC വിമാന സർവീസിനേക്കാൾ മികച്ചതാകാൻ പോവുകയാണെന്ന് മന്ത്രി ഗണേഷ് കുമാർ. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മുഴുവൻ ലോക്കൽ ബസ്സുകളും 1 വർഷത്തിനുള്ളിൽ AC-യും ബാറ്ററി വെഹിക്കിളുമായി മാറും. നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ പൊതുജനങ്ങൾക്ക് ഈ സൗകര്യങ്ങൾ ലഭ്യമാക്കും. പാൻട്രി, ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉണ്ടാകും. സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കാൻ പോവുകയാണ്. ഒറ്റ ക്ലിക്കിൽ അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ അറിയാൻ കഴിയും. ബസ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും ബസ്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദിശ അറിയാനും ഉള്ള സംവിധാനവും നിലവിൽ വരും. ഏത് വെല്ലുവിളികളെയും നേരിടാൻ KSRTC കരുത്താർജിച്ചു. ജീവനക്കാർ ഇന്ത്യൻ ആർമി പോലെയായി മാറി. ഇന്ത്യയിൽ ആദ്യമായാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നത്. നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം വളർത്തുക, മിതമായ നിരക്കിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുക എന്നതാണ് ഇതിനു പിന്നിലുള്ള ലക്ഷ്യം. കഴിഞ്ഞ ദിവസത്തെ കണക്ക് പ്രകാരം 2,48 ലക്ഷം രൂപയാണ് ഇതിന്റെ ലാഭം. തൃശൂരിനുള്ള ഡബിൾ ഡെക്കർ മാർച്ച് ആദ്യവാരമെത്തും. KSRTCയെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റിയത് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചല്ലെന്നും കാര്യക്ഷമത വർദ്ധിപ്പിച്ചും ജീവനക്കാരുടെ സഹകരണം കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. ഡിജിറ്റലൈസേഷൻ ടിക്കറ്റ് വന്നു, ചെലവാക്ക് വന്നു, നിങ്ങളുടെ ഫോണിൽ കാണാം, ബസ് പോരുമെന്നറിയാം. ടിക്കറ്റ് നിങ്ങൾ ഫോണിൽ തന്നെ എടുക്കാം. സീറ്റ് ഒഴിവുണ്ടോ നോക്കാം. ഈ വണ്ടിയിൽ സീറ്റ് ഇല്ലെങ്കിൽ അടുത്ത വണ്ടി വരുന്നത് എപ്പോഴാണ്, അതിൽ ഒഴിവുണ്ടോ നോക്കാം, അതിൽ കയറാം. നിങ്ങൾ നിൽക്കുന്ന സ്റ്റാൻഡിലേക്ക് ബസ് എത്ര സെക്കൻഡ് കൊണ്ട് വരും എന്നുള്ള ഇൻഫർമേഷൻസ് എല്ലാം ബസ് സ്റ്റാൻഡുകളിലും വന്നു തുടങ്ങി. ഇപ്പൊ മൊബൈലിലും വരും, അവനവന്റെ മൊബൈലിലും വരുന്നുണ്ട്. ആരോടും എൻക്വയറി ചെയ്യണ്ട, ഈ വണ്ടി എപ്പോ വരുമെന്ന് ചോദിക്കണ്ട. ഇതിൽ അടിച്ചു നോക്കിയാൽ ആ വണ്ടി എവിടെ എത്തി, റെയിൽവേ കാണിക്കുന്ന പോലെ ട്രെയിൻ ഇന്നടത്ത് എത്തി, ഇപ്പൊ എത്ര സെക്കൻഡിനാ വരും എന്ന നിലയിൽ KSRTC ബസ് കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ട്. KSRTCയുടെ കൺട്രോൾ റൂമിൽ ഓരോ ബസ്സും, ഈ ഓടുന്ന ഓരോ ബസ്സും ഈ നിമിഷം ഈ 9 സെക്കൻഡിനുള്ളിൽ എത്ര കളക്ഷനാണ്, പ്രസന്റ് കളക്ഷൻ എന്നുള്ളത് കാണിക്കും. ഓരോ 9 സെക്കൻഡിലും ഇതിന്റെ സ്പീഡ് കാണിക്കും. ഇത് എത്ര സ്പീഡിലാണ് ഈ വണ്ടി പോകുന്നത്. ഇതെല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു സംവിധാനം KSRTCക്ക് ഉണ്ടായി. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, തിരുവനന്തപുരം STC പ്രിൻസിപ്പൽ RS സലിംകുമാർ, ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസർ KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് 50,000 രൂപ കൈക്കൂലി വാങ്ങിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. പുന്നയൂർക്കുളം വില്ലേജ് ഓഫീസർ TV വിനോദാണ് പിടിയിലായത്. പത്തനംതിട്ട സ്വദേശിയാണ്. വില്ലേജ് ഓഫീസിൽ നിന്ന് 50,000 രൂപ വിജിലൻസ് കണ്ടെടുത്തു. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് 2.5 ലക്ഷം രൂപയാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. വിജിലൻസിന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വിനോദ് പിടിയിലായത്. പണം ആവശ്യപ്പെടുന്നതിന്റെ തെളിവ് പരാതിക്കാരൻ ശേഖരിച്ചിരുന്നു. ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ നിരീക്ഷണത്തിന്റെ കീഴിലായിരുന്നു. വിജിലൻസ് ഉദ്യോഗസ്ഥ നിർദ്ദേശപ്രകാരമാണ് പണം കൈമാറിയത്. വില്ലേജ് ഓഫീസിന്റെ മുകൾ നിലയിൽ ഭക്ഷണം കഴിക്കുന്ന മുറിയിൽ പണം വയ്ക്കാനാണ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ നിർദ്ദേശിച്ചത്. പണം ഇവിടെ വെച്ചയുടനെ പരാതിക്കാരൻ വിജിലൻസിനെ അറിയിച്ചു. തുടർന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. തൃശൂർ വിജിലൻസ് DYSP ജിം പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇദ്ദേഹത്തെ പിടികൂടിയത്. ചരിത്ര സ്മാരകമായി സർക്കാർ പ്രഖ്യാപിച്ച അരിയന്നൂർ ശ്രീ ഹരികന്യക ക്ഷേത്ര സമുച്ചയത്തിന്റെ കൃത്യമായ ശാസ്ത്രീയ രേഖപ്പെടുത്തലുകൾ പൂർത്തിയാക്കാതെ പുനരുദ്ധാരണ പ്രവർത്തികളോ അറ്റകുറ്റപ്പണികളോ നടത്തരുത് എന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പുനരുദ്ധാരണത്തിന്റെ പ്രാധാന്യവും അടിയന്തര ആവശ്യവും പുരാവസ്തു വകുപ്പ് ഡയറക്ടറെയും നടപടികൾ കോടതിയെയും അറിയിക്കണമെന്നും ജസ്റ്റിസ് വി രാജ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടു.
ജീർണാവസ്ഥയിൽ ശ്രീകോവിലും ഗോപുരങ്ങളുമടക്കം പുനരുദ്ധരിക്കുന്നതിന് അനുമതി തേടി ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറിയായിരുന്ന രാജം നമ്പീശൻ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. 2019 പരിമിതമായ അറ്റകുറ്റപ്പണികൾക്ക് പുരാവസ്തുവകുപ്പ് അനുമതി നൽകിയിരുന്നുവെങ്കിലും മാനദണ്ഡങ്ങൾ ലംഘിച്ച് കോൺക്രീറ്റും സീലും ഉപയോഗിച്ച് നിർമ്മാണങ്ങൾ നടത്തിയതായി കോടതി പറഞ്ഞു. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ ഹരികന്യക ക്ഷേത്ര ശ്രീകോവിൽ പെരുന്തച്ചൻ പണിതതാണെന്നാണ് വിശ്വാസം. ഉള്ളൂരിന്റെ കേരള സാഹിത്യ ചരിത്രത്തിലും ചന്ദ്രോത്സവം മണിപ്രവാള കാവ്യത്തിലും ഹരികന്യക ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. അതിനാൽ ക്ഷേത്രത്തിന്റെ പ്രൗഢി നിലനിർത്തിയുള്ള പുനരുദ്ധാരണം മാത്രമേ നടത്താവൂ എന്ന് കോടതി പറഞ്ഞു. ഹർജി മാർച്ച് 13 വീണ്ടും പരിഗണിക്കും. പ്രാർത്ഥനാ നിർഭരമായി പുണ്യ റമദാനിലെ ആദ്യ വെള്ളി അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളാൽ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. 11 മണിയോടെ തന്നെ ആളുകൾ പള്ളിയിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. ദിക്റുകൾ അധികരിച്ചും ഖുർആൻ പാരായണം ചെയ്തും ഐച്ഛിക നമസ്കാരം നിർവഹിച്ചുമെല്ലാം അവർ സമയം പ്രയോജനപ്പെടുത്തി. പല പള്ളികളിലും നമസ്കാരത്തിന്റെ വരി പുറത്തേക്ക് നീണ്ടു. നോമ്പിലൂടെ നേടിയെടുക്കുന്ന ജീവിതവിശുദ്ധി ജീവിതത്തിലുടനീളം പുലർത്തണമെന്ന് ഇമാമുമാർ ഉത്ബോധിപ്പിച്ചു. ഖുർആൻ അവതരിച്ച മാസത്തിൽ വിശുദ്ധ ഗ്രന്ഥവുമായുള്ള ബന്ധം സുദൃഢമാക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണമെന്നും അവർ വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. ജുമാ നമസ്കാരത്തിന് ശേഷം പ്രത്യേക പ്രാർത്ഥനകളും ഉണ്ടായി. തുടർന്ന് ബന്ധുക്കളുടെ കബറിടങ്ങളിൽ പ്രാർത്ഥന നടത്തിയാണ് ആളുകൾ മടങ്ങിയത്. ഇത്തവണ വ്യാഴാഴ്ച നോമ്പ് ആരംഭിച്ചതിനാൽ കാരുണ്യത്തിന്റെ 10 എന്നറിയപ്പെടുന്ന ആദ്യ 10 ദിനങ്ങളിൽ 2 വെള്ളിയാഴ്ചകൾ ഉണ്ടാകും. നോമ്പ് 30 പൂർത്തിയാക്കുകയാണെങ്കിൽ റമദാനിൽ 5 വെള്ളിയാഴ്ചകൾ ഉണ്ടാകുമെന്നതും വിശ്വാസികൾക്ക് കൂടുതൽ സന്തോഷം നൽകുന്നു. ഗുരുവായൂർ കോട്ടപ്പടിയിൽ കണ്ടെയ്നർ ലോറിയും കാറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. കാർ ഡ്രൈവർ പാവർട്ടി വെന്മനാട് പോവിൽ റസാക്ക്, കാർ യാത്രക്കാരായ പെരിന്തൽമണ്ണ പുലാമന്തോൾ തോണിക്കടവ് മുനീർ, കൊല്ലം സ്വദേശി മുഹമ്മദ് ഷാഫി എന്നിവർക്കാണ് പരിക്ക്. രാവിലെ 10 മണിക്കായിരുന്നു അപകടം. എറണാകുളത്ത് നിന്ന് കുന്നംകുളത്തെ മത്സ്യ ഗോഡൌണിലേക്ക് ഫൈബർ കാലിപ്പെട്ടികളുമായി പോകുന്നതിനിടെ എതിരെ വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച ലോറി വൈദ്യുതി പോസ്റ്റും വീട്ടുമതിലും തകർത്തു. കോട്ടപ്പടി വാഴപ്പിള്ളി വീട്ടിൽ ഗ്രേസ്വിന്റെ മതിലാണ് തകർന്നത്. വൈദ്യുത പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു. കാറിടിച്ചതിനെ തുടർന്ന് കണ്ടെയ്നർ ലോറിയുടെ ഹൗസിംഗ് വേർപെട്ടു. ഡ്രൈവറെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും യാത്രക്കാരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. 2 പതിറ്റാണ്ടിലേറെയായി നിരവധി പ്രബോധന പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന ചാവക്കാട് ഖുർആൻ സ്റ്റഡി സെന്റർ നടത്തിവരുന്ന റമളാൻ പ്രഭാഷണത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 21 മുതൽ മാർച്ച് 15 വരെ എല്ലാ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 10 മണിക്ക് അഞ്ചങ്ങാടി സൽവാർ ഏജൻസിയിൽ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് പ്രഭാഷണ പരമ്പര ഒരുക്കുക. പ്രഗത്ഭ പണ്ഡിതരായ അബ്ദുള്ള സലീം വാഫി, അഹമ്മദ് ഫൈസി കക്കാട്, അബ്ദുസമദ് പൂക്കോട്ടൂർ, റഫീഖ് സക്കറിയ ഫൈസി, സ്വാലിഹ് ഹുദവി തൂത, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, ഡോക്ടർ റഷീദ് ഗസാലി, ഗലീൽ ഹുദവി എന്നിവർ പ്രഭാഷണങ്ങൾ നിർവഹിക്കും. മാനു തങ്ങൾ വെള്ളൂർ സമാപന ദിവസം രാത്രി പ്രാർത്ഥനാ മജ്ലിസിന് നേതൃത്വം നൽകുമെന്ന് ഖുർആൻ സ്റ്റഡി സെന്റർ കൺവീനർ TK അബ്ദുൽ സലാം, സ്വാഗത സംഘം ചെയർമാൻ ഹാഫിള് ഫാരിസ് മമനുൻ ഫൈസി, വർക്കിംഗ് ചെയർമാൻ കബീർ ഫൈസി അഗലാട്, കൺവീനർ VM ഷാഹിദ് എന്നിവർ അറിയിച്ചു. ജനങ്ങളെ ചേർത്ത് പിടിച്ചുള്ള വികസനമാണ് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടന്നുവരുന്നതെന്ന് ഡിവൈഎഫ്ഐ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നിഖിൽ ബാബു ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പലയിടത്തും ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളപ്പോഴാണ് 65 ലക്ഷം പേർക്ക് കേരളത്തിൽ 2000 രൂപ പെൻഷൻ നൽകുന്നത്. ഇതിനോടൊപ്പം നാടിൻ്റെ മുഖച്ഛായ മാറ്റിയ ജനങ്ങൾക്ക് തൊട്ടറിയാവുന്ന വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ജനകീയ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സാമ്പത്തികമായി കേരളത്തെ ഞെരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്ക് മുമ്പിലും വികസനം മുടക്കാതെ ജനപക്ഷ നിലപാടുകളുമായാണ് പിണറായി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും നിഖിൽ ബാബു പറഞ്ഞു. ഒരു മാസത്തേക്ക് ഈ പറയുന്ന പോലെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സർക്കാർ ക്ഷേമ പെൻഷൻ 2000 രൂപയായി മാറ്റിയതോടുകൂടി 62 ലക്ഷം ആളുകളുടെ ഏകദേശം 2000 രൂപ എന്ന് പറയുന്ന സംഖ്യ എന്ന് മാത്രമല്ല അഖിലേന്ത്യാ രാജ്യത്തെ കണക്കുകൾ പ്രകാരം ഈ പറയുന്ന 1000 രൂപയുടെ ഇരട്ടി പൈസ ഒരു മാസം നമ്മുടെ ജനസംഖ്യയുള്ള 400 ആളുകളുടെ ഏകദേശം എത്തിക്കാൻ വേണ്ടി കഴിയുന്നു. അപ്പോൾ രണ്ടും പരിശോധിക്കുമ്പോഴാണ് ഈ കണക്കുകളിലെ വൈരുദ്ധ്യം എത്ര പ്രളയമായിട്ടുള്ള നിലയിലാണ് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അവകാശവാദങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കേച്ചേരി സിറ്റി പാലസ് ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം NS ജിഷ്ണു, UM ഗോപകുമാർ, PS സഹല, MR രജീഷ് എന്നിവരടങ്ങിയ പ്രസിഡിയം നിയന്ത്രിച്ചു.
ബ്ലോക്ക് പ്രസിഡന്റ് NS ജിഷ്ണു സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. ഗോപകുമാർ രക്തസാക്ഷി പ്രമേയവും ജിജിൽ പയനിത്തടം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KA സൈഫുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ടിന്റെയും ട്രഷറർ KA അഖിൽ വരവ് ചെലവ് കണക്കിന്റെയും അവതരണം നടത്തി. ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം ഫസീല തരകത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി എറിൻ ആന്റണി, വൈസ് പ്രസിഡന്റ് ആഷിഖ് വലിയകത്ത്, സെക്രട്ടേറിയറ്റ് അംഗം KS ശ്രീരാജ്, സംഘാടക സമിതി ചെയർമാൻ PB അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ചകൾക്കു ശേഷം സമ്മേളനം ഭാരവാഹികളായി ജിജിൽ പയനിത്തടം പ്രസിഡന്റ്, KA സൈഫുദ്ദീൻ സെക്രട്ടറി, UM ഗോപകുമാർ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. CDS ചെയർപേഴ്സണായി ബിന്ദു മനോഹരനെയും വൈസ് ചെയർപേഴ്സണായി CK സുശീലയെയും തെരഞ്ഞെടുത്തു. ചിറക്കൽ സെന്ററിൽ നടന്ന സ്വീകരണ യോഗത്തിൽ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ വിജയിച്ചവരെ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. സെക്രട്ടറി KR ബിനോഷ്, പഞ്ചായത്ത് അംഗങ്ങളായ CK സദാനന്ദൻ മാസ്റ്റർ, അഖിൽ PP, സിദ്ദിഖ് KH, ശൈലജ അരുൺദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കേക്കാട് കപ്പിളിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച കീഴ്ക്കാവിലെ നടപ്പാത സമർപ്പണം നടന്നു. വടക്കേക്കാട് നമ്പാടൻ ഗ്രൂപ്പിലെ ഉപഭോക്താക്കളും ജീവനക്കാരും നമ്പാടനും ചേർന്നാണ് 1,93,000 രൂപ ചെലവിൽ നടപ്പാത നിർമ്മാണം നടത്തിയത്. ഉത്സവത്തിന് മുന്നോടിയായി നടപ്പാത നിർമ്മാണം പൂർത്തിയാക്കി സമർപ്പിക്കണമെന്ന തങ്ങളുടെ സ്വപ്നമാണ് പൂവണിഞ്ഞത്. ഫെബ്രുവരി 21 മുതൽ 24 വരെയുള്ള ദിവസങ്ങളിലാണ് കുംഭഭരണി മഹോത്സവം നടത്തുന്നത്. ഇതിനായി ക്ഷേത്രവും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ശനിയാഴ്ച നാട്ടുതാലവും ഞായറാഴ്ച അശ്വതിവേലയും തിങ്കളാഴ്ച കുംഭഭരണിയും ആഘോഷിക്കും. ചൊവ്വാഴ്ച കാർത്തിക ദിവസത്തെ പ്രസിദ്ധമായ പ്രസാദൂട്ടോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും. തന്ത്രി മുല്ലപ്പള്ളി മനയ്ക്കൽ, ശശീധരൻ ഭട്ടതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി റോഷൻ ശരണ്യ ഭവൻ എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. പരൂർ ശിവക്ഷേത്രത്തിൽ നിന്നും കപ്ലിയങ്ങാട് തറവാട്ടിലെ മുതിർന്ന അംഗം കൊടിക്കൂറ ഏറ്റുവാങ്ങി പൂത്താലത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും കോമരത്തിന്റെയും അകമ്പടിയോടുകൂടി ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ താന്ത്രിക വിധിപ്രകാരം ചടങ്ങുകൾ നടത്തി. ജനുവരി 24-നായിരുന്നു കൊടിയേറ്റം. തുടർന്ന് ചോപ്പന്മാരെ മേൽക്കാവിൽ കോമരം മണികണ്ഠൻ, കീഴ്ക്കാവിൽ കോമരം റിനീഷ് ഭക്തജനങ്ങളും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. കൊടിയേറ്റം മുതൽ ഭരണിനാൾ വരെ നടക്കൽ പറവയ്ക്കാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു. കപ്ലിയങ്ങാട്ടമ്മയുടെ ഏറ്റവും വിശേഷപ്പെട്ട പ്രസാദമാണ് കൗങ്ങിൽ കൂമ്പാളയിൽ കുത്തിപ്പുഴുങ്ങിയ അട ഉണ്ടാക്കി സമർപ്പിക്കുന്നത്. കുംഭഭരണി ദിവസം അത്താഴപൂജയ്ക്ക് ശേഷം അടപുഴങ്ങലിന് തുടക്കമായി കാർത്തിക ദിവസം പയ്യപ്പന്തലിൽ ഭക്തർ സമർപ്പിക്കും. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം ശാന്തി റോഷൻ ശരണ്യഭവന്റെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾക്ക് ശേഷം നമ്പാടൻ ഗ്രൂപ്പിനു വേണ്ടി അമ്മ KV മീനാക്ഷി ദീപം കൊളുത്തി നടപ്പാത സമർപ്പണം നടത്തി. നമ്പാടൻ രാജേഷ്, ക്ഷേത്രം പ്രസിഡന്റ് പ്രമോദ് കിളിയാംപറമ്പിൽ, സെക്രട്ടറി ധനീഷ് താമരശ്ശേരി എന്നിവരും നമ്പാടൻ കുടുംബാംഗങ്ങളും ജീവനക്കാരും ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. വേലൂർ പഞ്ചായത്ത് വികസന സെമിനാർ കാരങ്ങൽ ഓഡിറ്റോറിയത്തിൽ നടന്നു. തൃശൂർ ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ അധ്യക്ഷയായി. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ KV അഷ്ന കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ലീല രാമകൃഷ്ണൻ, ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അബ്ദുൾ റഷീദ്, മഞ്ജുഷ, ആൻഡോ പോൾ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ബഡ്സ് കലോത്സവത്തിൽ കലാതിലകമായ വൈദേഹി, റിപ്പബ്ലിക് പരേഡിൽ പങ്കെടുത്ത അർജുൻ, വേലൂരിലെ മാതൃകാ ഡ്രൈവർമാരായ PM ശിവദാസൻ, NM ജനാർദ്ദനൻ തുടങ്ങിയവരെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് നിതീഷ്മ ചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി TP സിന്ധു നന്ദിയും പറഞ്ഞു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യം ആനന്ദം ആയുഷിലൂടെ എന്ന സന്ദേശമുയർത്തി ബോധവൽക്കരണവും യോഗ പ്രദർശനവും നടന്നു. പുതുശ്ശേരി ഐക്യ ആർട്ട് ഫാമിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AM നിതീഷ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ KC ജിഷ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സബേറ്റ വർഗീസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ PV ഷഹർബാൻ, KM ഷഹീദ്, പഞ്ചായത്ത് അംഗങ്ങളായ KP സുരേന്ദ്രൻ, K ഐശ്വര്യ, MB അനൂപ്, ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ KA അസീന, ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ S ശാലിനി എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആയുർവേദ ഡിസ്പെൻസറിയിലെ യോഗ ഇൻസ്ട്രക്ടർ KM ധന്യയുടെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി യോഗ ഡെമോൺസ്ട്രേഷനും ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടന്നു. കവയിത്രി സിന്ധു ഭദ്രയുടെ വീണുടഞ്ഞ മൗനാക്ഷരങ്ങൾ എന്ന കവിതയുടെ ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമാകുന്നു. സമൂഹമാധ്യമങ്ങളിൽ മികച്ച പ്രതികരണമാണ് ഗാനത്തിന് ലഭിക്കുന്നത്.
സിന്ധുഭദ്രയുടെ വീണുടഞ്ഞ മൗനാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരത്തിലെ പ്രണയം തുളുമ്പുന്ന മിഴിയുമായി നീയന്റെ എന്ന് തുടങ്ങുന്ന കവിതയാണ് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത്. വാക്കുകളുടെ മൗനത്തിൽ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പ്രണയത്തിന്റെ ഉൾത്തുടിപ്പുകളും ഗൃഹാതുരത്വമുണർത്തുന്ന പ്രണയത്തിന്റെ ഓർമ്മകളിലേക്കും പ്രേക്ഷകരെ കൊണ്ടുപോവുകയാണ് മൗനാക്ഷരങ്ങൾ. സിന്ധുഭദ്ര രചനയും സംവിധാനവും നിർവഹിച്ച വീഡിയോ ആൽബത്തിൽ ശ്രീജിത്ത് തേർമഠമാണ് സിന്ധുഭദ്രയ്ക്കൊപ്പം അഭിനയിച്ചിരിക്കുന്നത്. ജോൺ ജോസിന്റെ ഓർക്കസ്ട്രയിൽ സംഗീതം നൽകി ഗാനം ആലപിച്ചിരിക്കുന്നത് രശ്മി പ്രദീപാണ്. ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത് വിജേഷ് നാഥാണ്. ജി മ്യൂസിക് യൂട്യൂബിലാണ് മൗനാക്ഷരങ്ങൾ റിലീസ് ചെയ്തിട്ടുള്ളത്. കാട്ടാക്കമ്പൽ പഞ്ചായത്തിൽ CPM തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന അക്രമം അവസാനിപ്പിക്കണമെന്നും പെങ്ങാമുക്കിൽ അക്രമം നടത്തിയ ക്രിമിനലിസ്റ്റുകളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ പെങ്ങാമുക്ക് തപസ്യ സെന്ററിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ശിവരാത്രി ആഘോഷങ്ങൾക്കിടയിലേക്ക് കയറി അക്രമം നടത്തിയ CPM പ്രവർത്തകരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP ജില്ലാ ജനറൽ സെക്രട്ടറി KR അനീഷ് മാസ്റ്റർ ആവശ്യപ്പെട്ടു. മണ്ഡലം പ്രസിഡന്റ് PJ ജബീൻ, പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് MN സുനീഷ്, പ്രദീപ് കൂനത്ത്, TD പ്രനിൽ, സുമിത്ര MV എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസം പെരുന്തിരുത്തിയിലും സമാനമായ ആക്രമണം CPM നടത്തിയെന്ന് BJP നേതൃത്വം ആരോപിച്ചു. പുന്നിയൂർ കുരഞ്ഞിയൂർ ഏരിമൽ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ അഭിഷേകം, ഗണപതി ഹോമം, നിറമാല, ഉഷപൂജ, തുടർന്ന് ക്ഷേത്രനടയിൽ പറവയ്ക്കൽ, പട്ടും താലിയും ചാർത്തൽ എന്നിവ ഉണ്ടായി. വൈകിട്ട് വിവിധ ദേശങ്ങളിൽ നിന്ന് കരിങ്കാളി, തെയ്യം എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് ദീപാരാധന, കേളി, കൊമ്പ്, കുഴൽപ്പറ്റ എന്നിവയും നടന്നു. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിക്ക് പള്ളിത്താലം എഴുന്നള്ളിപ്പ്, തുടർന്ന് താലം കൂട്ടി എഴുന്നള്ളിപ്പ്. രാത്രി വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നാട്ടുതാലങ്ങളും ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം ഭാരവാഹികളായ സുദീപ് കുമാർ MK, അനീഷ് പുന്നിയൂർ, ബാബു വൈലത്തൂർ, KK അനിൽകുമാർ, VP അനീഷ്, KR തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി KR തെക്കേടത്ത് മനയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷി ആരംഭിച്ചു. പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെ പാഴിയോട്ടുമുറി പാടശേഖരത്തിൽ 3 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. കൃഷി ഓഫീസർ EV അനഘ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PS രാധിക അധ്യക്ഷയായി. KR ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KR രഞ്ജിത്ത്, KR രജിൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി രാജൻ, പാടശേഖര ഭാരവാഹികളായ സന്തോഷ് മേലെപ്പുരയ്ക്കൽ, E ചന്ദ്രൻ, ഷാജു പുലിക്കോട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് തിരുവത്ര ജിലാനി നഗറിന് പടിഞ്ഞാറ് വശം താമസിക്കുന്ന കാട്ടിലകത്ത് സുരേന്ദ്രനാഥൻ മാസ്റ്റർ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തിരുവത്രയിലെ വീട്ടുവളപ്പിൽ നടക്കും. കൊയിലാണ്ടി നടുവത്തൂർ ശ്രീ വാസുദേവാശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത ഭാഷാധ്യാപകനാണ്. പ്രൈമറി സ്കൂൾ കഴിയുന്നതിന് മുൻപ് പൂർണ്ണമായും അന്ധത ബാധിച്ച സുരേന്ദ്രനാഥൻ കേൾവിശേഷിയെ മാത്രം ആശ്രയിച്ചാണ് പഠിച്ചതും ഭാഷയിലും വിദ്യാഭ്യാസത്തിലും ബിരുദങ്ങൾ സമ്പാദിച്ചതും. പിന്നീട് അധ്യാപകനായി തീരുകയും ചെയ്തു. ഗാന്ധിയൻ മൂല്യങ്ങളോട് അഗാധമായ കൂറ് പുലർത്തിയ അദ്ദേഹം കവിയുമായിരുന്നു. തൃശൂർ ആകാശവാണിയുടെ ഗാന്ധി മാർഗം പരിപാടിയിൽ ശബ്ദ സന്ദേശകനും പ്രഭാഷകനും കവിയുമായി തന്റെ നിരന്തര ശബ്ദ സാന്നിധ്യം കൊണ്ട് ശ്രോതാക്കൾക്ക് സുപരിചിതനായിരുന്നു. പരേതയായ കനകവല്ലി ടീച്ചറാണ് ഭാര്യ. സിന്ധു, സീമ, സ്വപ്ന, സൽമ, സന്ദീപ് എന്നിവർ മക്കളാണ്. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,315 രൂപ. സ്വർണം പവന് 1,14,520 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 270 രൂപ. ചർമ്മം. ചിറളയം കാക്കശ്ശേരി കൊച്ചുകുഞ്ഞൻ ഭാര്യ സോഫി ടീച്ചർ നിര്യാതയായി. 84 വയസ്സായിരുന്നു. മരത്തങ്കോട് MGM LP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ഷെർലി, ഷൈല എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. KSRTC വിമാന സർവീസിനേക്കാൾ മികച്ചതാകാൻ പോവുകയാണെന്ന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ. ഗുരുവായൂർ KSRTC ഡിപ്പോയിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് 50,000 രൂപ കൈക്കൂലി വാങ്ങിയ സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ വിജിലൻസ് പിടിയിൽ. പുന്നിയൂർക്കുളം വില്ലേജ് ഓഫീസർ TV വിനോദാണ് പിടിയിലായത്. തണ്ടപ്പേര് സർട്ടിഫിക്കറ്റിന് ഇയാൾ ആവശ്യപ്പെട്ടത് 2.5 ലക്ഷം രൂപ.
കൈക്കൂലി ആവശ്യപ്പെട്ടത് സംബന്ധിച്ച് പരാതിക്കാരൻ വിജിലൻസിനെ സമീപിച്ചതോടുകൂടിയാണ് വില്ലേജ് ഓഫീസറെ തന്ത്രപരമായി പിടികൂടാനായത്. പ്രാർത്ഥനാ നിർഭരമായി പുണ്യ റമദാനിലെ ആദ്യ വെള്ളി. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളാൽ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. ഇത്തവണ വ്യാഴാഴ്ച നോമ്പ് ആരംഭിച്ചതിനാൽ കാരുണ്യത്തിന്റെ 10 എന്നറിയപ്പെടുന്ന ആദ്യ 10 ദിനങ്ങളിൽ 2 വെള്ളിയാഴ്ചകളും നോമ്പ് 30 പൂർത്തിയാക്കുകയാണെങ്കിൽ റമദാനിൽ 5 വെള്ളിയാഴ്ചകളും ലഭിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.